വയനാട് ദുരന്തഭൂമിയിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ കണ്ണൂരിലെ DSC സേനാംഗങ്ങൾക്ക് നാടിന്റെ വരവേൽപ്പ്. സൈനികരെ വാരിപ്പുണർന്നും സെൽഫിയെടുത്തും നാട് സ്നേഹം പങ്കുവച്ചു. ഈ നാടിനൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉണ്ടാകുമെന്ന ഉറപ്പാണ് കമാൻഡന്റ് പരംജിത്ത് സിംഗ് നൽകിയത്. സേനാംഗങ്ങളെ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ എത്തിച്ച് ദിവസങ്ങളോളം സൗജന്യ സേവനം നടത്തിയ ഹരിശ്രീ ബസ് ജീവനക്കാർക്കും കണ്ണൂരിൽ ഉജ്ജ്വല വരവേൽപ്പാണ് കോർപ്പറേഷൻ നൽകിയത്. വയനാട് ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം ഇനിയും മോചിതമായിട്ടില്ല. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനവും ദുരന്തമുഖത്ത് നാടുകാട്ടിയ നെഞ്ചുറപ്പും സൈന്യത്തിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങളും തങ്കലിപികളാൽ ചരിത്രത്തിന്റെ ഭാഗമാകും. ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്ന വയനാടിന്റെ ദുരന്തമുഖത്ത് ആദ്യമെത്തിയ സേനാവിഭാഗങ്ങളിൽ ഒന്ന് കണ്ണൂരിലെ ഇൻഫൻട്രി ബറ്റാലിയനായിരുന്നു. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം വ്യാഴാഴ്ചയാണ് മടങ്ങിയത്. സന്ധ്യയോടെ കണ്ണൂരിലെത്തിയ കണ്ണൂർ DSCയിലെ സേനാംഗങ്ങൾക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നൽകിയത് വികാരനിർഭരമായ വരവേൽപ്പാണ്. മേയർ മുസ്ലിം മഠത്തിൽ, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷമീമ, MP രാജേഷ്, സുരേഷ് ബാബു എളിയാവൂർ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PK അൻവർ, CH ആസിമ, PV ജയസൂര്യൻ, BV, C സുനിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. സേനയെ നയിച്ച കമാൻഡന്റ് കേണൽ പരംജിത്ത് സിംഗിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മധുരം നൽകി കണ്ണൂരിന്റെ സ്നേഹം പങ്കിട്ടു. വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഭയാനകവും ഏറെ സങ്കടപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് മുന്നിലുണ്ടായിരുന്നതെന്ന് കേണൽ പരംജിത്ത് സിംഗ് പറഞ്ഞു. ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയാണ് ആദ്യം നടത്തിയത്. കുടുങ്ങിക്കിടന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി. ഏറെ ദുഷ്കരമായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ. എങ്കിലും പതറാതെ സേനാംഗങ്ങൾ നിന്നു. വയനാട്ടിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് മടങ്ങിയത്. നാടിന് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ ഞങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന ഉറപ്പും കേണൽ പരംജിത്ത് സിംഗ് നൽകി. Sadly, a tragic incident has happened at Mundakai, Wayanad on 30th. There is loss of life and human being. We just tried to help whatever we could, and I would like to place on record the love and the affection which we received from the people of complete Kerala. And when we were coming from Wayanad, people were really telling that you please don't go. So but I said that I have my own people in Kannur waiting, so we have to go for that also. So thank you very much for all your love and affection, and whatever we did, that was our duty. And I just pray to the God that such incidents should not take place, that we have so much of suffering and loss. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് കണ്ണൂരിന്റെ അഭിമാനമായ സേനാംഗങ്ങൾ മടങ്ങിയത്. വിലമതിക്കാനാകാത്ത അവരുടെ സേവനം നാടിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. KSRTC ബസ്സിലാണ് സൈന്യം വയനാടിൻ ചുരമിറങ്ങി കണ്ണൂരിലെത്തിയത്. സ്വകാര്യ ബസ്സുകളും സൈന്യത്തിന്റെ ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. കണ്ണൂരിലെ ഹരിശ്രീ ബസ്സിലാണ് സൈനികർ വയനാട്ടിലേക്ക് തിരിച്ചത്. ഹരിശ്രീയുടെ 3 ബസ്സുകൾ സൈനികരെയും കൊണ്ട് ചുരം കയറി. പിന്നെ അവരും കേരളത്തിന്റെ നെഞ്ചുറപ്പ് പ്രകടമാക്കിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. തികച്ചും സൗജന്യമായാണ് ഹരിശ്രീ ബസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായത്. എന്നും രാവിലെ 5:30 പട്ടാള ക്യാമ്പിൽ നിന്ന് സൈനികരെ ദുരന്തഭൂമിയിൽ എത്തിക്കണം. രാത്രി 10:00 ദുരന്തഭൂമിയിൽ നിന്ന് മടക്കാം. K ഇർഷാദ്, MK ജിനേഷ്, M സുമേഷ്, മിഥുൻ മോഹൻ എന്നിവരാണ് ഈ ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായ ബസ് ജീവനക്കാർ. കണ്ണൂരിൽ തിരിച്ചെത്തിയപ്പോൾ അവർക്കും കോർപ്പറേഷൻ സ്വീകരണമൊരുക്കി. മേയർ മുസ്ലിം മഠത്തിൽ ഡ്രൈവർമാർക്ക് ഉപഹാരം നൽകി. ഹരിശ്രീ ബസിൻ്റെ ഉടമ അദ്ദേഹം ഒരു വ്യക്തിയെന്ന രീതിയിൽ, അദ്ദേഹം ഒരു വ്യക്തിയെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബസ്സുകളും വയനാട്ടിലേക്ക് ഇത്രയും ദിവസത്തോളം സൗജന്യമായി സർവീസ് നടത്തിക്കണം. വിവിധ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി, ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി, അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ഇവിടെ വലിയ സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുക്കുന്നുണ്ട്. വലിയ സംഘടനകൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ മാതൃക കാണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ എത്ര അനുഭവിച്ചാലും മതിയാവില്ല. കണ്ണൂരിന് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സഹായവും നമ്മുടെ അയൽ ജില്ലയായ വയനാടിന് നൽകിയിട്ടുണ്ടെന്ന് മേയർ പറഞ്ഞു. സൈനികർ ദുരന്തഭൂമിയിൽ വഹിച്ച പങ്ക് നേരിട്ട് കണ്ടാണ് ബസ് ജീവനക്കാരും മടങ്ങിയത്. സ്വജീവൻ പോലും നോക്കാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് കണ്ണൂർ DSC ടീം ഉൾപ്പെടെയുള്ള സൈനികർ നടത്തിയതെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.